ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുഹ മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ഈ മനുഷ്യത്വവും മുമുക്ഷുത്വവും നേടാൻ മഹാപുരുഷന്മാരുടെ ആശ്രയം മതി എന്ന്. മഹാപുരുഷന്മാരുടെ അടുത്ത് നമ്മൾ സാമീപ്യത്തിൽ നിന്നാൽ നമുക്ക് മോക്ഷം വരെ സിദ്ധിക്കുമെന്ന് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞെടുത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡിലാൻ പരീക്ഷണശാല എത്തി നിൽക്കുന്നത് എന്നത് നമ്മുടെ ധർമ്മം എത്രമാത്രം മഹത്തരമാണെന്ന് നേരത്തെ പള്ളിക്കൽ സുനിൽജി പറഞ്ഞല്ലോ. ഒരു ക്ഷേത്രത്തിൽ വയസ്സായവരെ കാണുന്നുള്ളൂ, ചെറുപ്പക്കാരെ എന്താ വിളിച്ചു വരാൻ ഞാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരെ പറഞ്ഞത് അത് ഓൾഡ് ഘടകമാണെന്ന്. എന്നാൽ ആ യുവതലമുറയെ ശ്രദ്ധിച്ചോ, ഇത് ഓൾഡല്ല, ന്യൂ ആണ്. ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞാലാണല്ലോ ഇവർക്കെല്ലാം വലുത്. നമ്മുടെ ആചാര്യന്മാരെല്ലാം മഹാശാസ്ത്രജ്ഞന്മാരാണ്. ഭാഗവതം ഭക്തിഗ്രന്ഥം മാത്രമല്ല, ഭക്തിഗ്രന്ഥം മാത്രമല്ല, അത് ജ്ഞാനകർമ്മയോഗങ്ങൾ കൂടി. അങ്ങനെ ഒരു ഗ്രന്ഥമില്ല. ഭക്തിയും ജ്ഞാനവും കർമ്മവും യഥാതഥമായി ചേർത്തൊരു മഹത് ഗ്രന്ഥമാണ്. ഒരർത്ഥത്തിൽ മരണത്തെ മറികടക്കാനുള്ള മഹാശാസ്ത്രമാണ്. കാരണം ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ മുമ്പാകെയാണല്ലോ ഇത് പറയും. 7 ദിവസത്തെ വെന്റിലേറ്റർ, ICU എന്നൊക്കെ പറയുന്നത് മരണം കാത്തു കിടക്കുകയാണ് പരീക്ഷിത്ത്. മരണം കാത്തു കിടക്കും പോലെ ഭയാനകമായത് മറ്റൊരു കാത്തിരിപ്പില്ലല്ലോ. മരണം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു മനുഷ്യന്റെ അവസ്ഥ? ആ മനുഷ്യനെ മുന്നിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ മഹനീയതയും പവിത്രതയും ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനില്ല. അതെഴുതിയാൾ സാക്ഷാൽ ലോകഗുരുവായ വേദവ്യാസൻ. അത് പറയുന്ന വക്താവ് അദ്ദേഹത്തിൻ്റെ മകൻ ജന്മനാ ബ്രഹ്മർഷിയായ, ജന്മനാ വൈരാഗിയായ ശുകബ്രഹ്മർഷി. കേൾക്കുന്നയാളോ, അതാണ് പറയുന്ന ആളും കേൾക്കുന്നയാളും എഴുതിയ ആളും മൂന്നും അവിടെ സമഞ്ജസമായി സമ്മേളിച്ചു. കേൾക്കുന്നയാൾ അവിടെ പോയി കിടക്കുന്ന 7 ദിവസം മുമ്പ് രാജാവും ചക്രവർത്തിയായിരുന്നു. ശമീകന്റെ മകൻ ശൃംഗി ശപിച്ചപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് വന്ന് ശൃംഗി കൊട്ടാര സഭയിൽ വെച്ച് ആ കാര്യം പറഞ്ഞപ്പോൾ കിരീടാട അഴിച്ചു വെച്ചു ആ നിമിഷം. അല്ലാതെ ആ വരുന്ന പാമ്പിനെ കൊല്ലാനുള്ള അംഗരക്ഷകരെ അല്ല രാജാവ് ഏൽപ്പിച്ചത്. എന്നെ 7ാമത്തെ ദിവസം ഒരു പാമ്പ് കടിക്കാൻ വരും, നിങ്ങൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ തന്ന് ഇത് അന്നത്തെ അത്യാധുനിക ശാസ്ത്രകാരന്മാരെല്ലാം രാജാവിൻ്റെ കൂടെയുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ ഞാൻ ആ തപോനിധൻ്റെ, ശരിക്കൊരു ചക്രവർത്തി ഒരു തപസ്വിയെ കണ്ടാൽ, അതാണ് നേരത്തെ ഡെലാവർ പരീക്ഷണശാലയുടെ പരീക്ഷണം. അതിനടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ 1500 ബ്ലഡ് സെൽസ് കൂടുന്നു. നെഗറ്റീവായ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഡൗൺ ആവുന്നു, നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നു. ആ ധർമ്മമാണ് കിരീടം പാദങ്ങളിൽ നമിക്കേണ്ടതിന് പകരം പരീക്ഷത്തിന് അല്പനേരം സമനില തെറ്റിപ്പോയി. അഹം വന്നുപോയി, അഹങ്കാരം വന്നുപോയി. ആ അഹങ്കാരത്തിൻ്റെ ശിക്ഷയാണ് ശാപം എന്ന് മനസ്സിലായിട്ട് എല്ലാ ആടയാഭരണങ്ങളും എല്ലാം അഴിച്ചു വെച്ച് അവിടെ പ്രഖ്യാപിച്ചു, ഈ ശരീരമാണ് എന്നെ അത്തരം മൂഢവൃത്തി ചെയ്യിപ്പിക്കാൻ പ്രേരണ ആയത്. ശരീരം കൊണ്ടുള്ള അഹങ്കാരമാണല്ലോ. ശരീരം കൊണ്ട് മാത്രമല്ല, എൻ്റെ അധികാരം കൊണ്ടുള്ള അഹങ്കാരവും അതിവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് മനുഷ്യനുണ്ടാവണം. ഈ തിരിച്ചറിവ് ഉണ്ടാവണം. അതായത് നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. ഒരു ദിവസം അതിൻ്റെ സമയം എനിക്കായി എന്ന് കണ്ട് ഇനി ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന ഒന്നും ഞാൻ സ്വീകരിക്കില്ല. വെള്ളം കുടിക്കില്ല, ആഹാരം കഴിക്കില്ല. ഉജ്ജ്വലമായ പ്രതിജ്ഞയാണ് പരീക്ഷിച്ചെടുത്തത്. എന്നിട്ടാണ് നേരെ നടന്ന്, അംഗരക്ഷകരുണ്ടോ സംരക്ഷകരുണ്ടോ ഒന്നും നോക്കാതെ, ഈ പരീക്ഷത്തിൻ്റെ അച്ഛനായ അഭിമന്യുവിൻ്റെ പിതാവായ അർജുനാദികൾ
ദേഹം ഉപേക്ഷിക്കാൻ മഹാപ്രസ്ഥാനത്തിന് പോയതുപോലെ ആ പാരമ്പര്യമുണ്ട് ആ തറവാട്ടിന്, ആ കുടുംബത്തിന്. നേരെ ഗംഗാ നദിയുടെ തീരത്ത് പോയി ആ പച്ച പുല്ലിൽ, കൊട്ടാരുന്ന് വലിയ കിടക്കുകളൊന്നും കിട്ടാഞ്ഞിട്ടല്ല, അവിടെ കിടന്നു. നമ്മളെല്ലാം മരിച്ചിട്ട് കിടക്കുന്നതെല്ലാം വെറുതെ ഒന്ന് ചിന്തിക്കണം. ഏതിലാ കിടക്കുക, എങ്ങനെയാ കിടക്കുക, കിടന്നതിന് ശേഷം കൊണ്ടുപോയിട്ട് എവിടെയാ കിടത്തുക, എന്നിട്ട് എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ചാൽ ഭ്രമങ്ങളെല്ലാം നമുക്ക് കുറയും. അത് അതിമനോഹരമായിട്ട് ഭാഗവതം പോലെ പറയുന്ന ഒരു ഗ്രന്ഥമില്ല. അതുകൊണ്ട് ഭാഗവതം സമ്പൂർണമായും ഉദ്ധവര് ഭഗവാൻ ദേഹം വെടിയുന്ന സമയത്ത് ഉദ്ധവര് മാത്രമാണല്ലോ അടുത്തുണ്ടായത്. ഭഗവാൻ പോയാൽ എങ്ങനെയാ നമ്മളെല്ലാം നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടി, ഞാൻ ഭാഗവതത്തിലുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഭാഗവതം ഭഗവാൻ തന്നെയാണ്. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവം ജനം ഹനി പ്രജ്ഞാപാലേന രമണേ കൃഷ്ണ സമനുമന്ത്രിത നിർജഗാമപുരദ്വാരാത് പത്മാവലീ നിരായുധ. ഭഗവാൻ ദ്വാരകയിൽ താമസം തുടങ്ങി. സകല ലോകപാലകരും, നമ്മളൊരു ഗൃഹപ്രവേശനത്തിന് സമ്മാനം കൊടുക്കുമല്ലോ, ഭഗവാന് കിട്ടിയ സമ്മാനങ്ങളുടെ വിലയും മൂല്യവും കുബേരനൊക്കെ എന്തൊക്കെയാണ് കൊടുത്തത്. സകല ലോകപാലകരും ഭഗവാന് ആ പുരിക്ക് വിലയേറിയ സമ്മാനങ്ങളാണ് കൊടുത്തയച്ചത്. രുക്മിണി സ്വയംവരം തുടങ്ങുകയും, ഒരു കല്യാണത്തെ എന്തിനാ ഭാഗവതത്തിൽ ഇത്രയും, അതും 8 തരം വിവാഹത്തിൽ സാധാരണ നമ്മൾ ആരും നടത്താത്തൊരു കല്യാണമാണ് രുക്മിണിയും കൃഷ്ണനും നടത്തിയത്. ഒരു തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കല്യാണം. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ രാക്ഷസം എന്നാണ് വിവാഹത്തിന് പറയാം. വധുവിൻ്റെയും വരൻ്റെയും ഒന്നും വീട്ടുകാരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പെണ്ണിനെ കൊണ്ടുപോകുക. ആ രീതിയിൽ നടത്തിയ ഒരു വിവാഹത്തെ ഒരു മഹനീയ ഗ്രന്ഥം പറയുമ്പോഴത് പുതിയ തലമുറ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത ഇപ്പോൾ എനിക്കുണ്ട്. ഭഗവാനത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഭീഷ്മകസൂതാം രുക്മിണീം രുജുനാനനു രാക്ഷസേന വിധാനേന ഉപമേയ ഇതി ശ്രുതം എന്നാണ് ഭാഗവതം പറഞ്ഞത്. രാക്ഷസേന വിധായാന, രാക്ഷസം, വിവാഹത്തിൻ്റെ 7ാമത്തെ വിധിയാണ് രാക്ഷസം. 8ാമത്തത് പൈശാചം. പൈശാചകർമ്മം വിവാഹം എന്ന് പറയുന്നത് പെണ്ണ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ ബലാത്കാരം ചെയ്ത് നശിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ള കല്യാണം. അതിന് തൊട്ടുമേലെയാണ് രാക്ഷസം. രാക്ഷസേന വിധാനേന ഉപമേയമ ഇതി ശ്രുതം, കേൾവിപ്പെട്ട രാക്ഷസം എന്ന് ഉപമിക്കാവുന്ന വിവാഹം ആണ് ഇവിടെ രുക്മിണി സ്വയംവരത്തിൽ ഉണ്ടായത്. സാധാരണ ക്ഷത്രിയ കന്യകമാർ പല രീതിയിലുള്ള വിവാഹമുണ്ട്. ആ വിവാഹത്തെയാണ് സ്വയംവരം എന്ന് പറയാം. നമ്മൾ ഇന്ന് കാണുന്ന വിവാഹ രീതിയേ ഇല്ല. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. വുമൺസ് എംപവർമെന്റ്. സ്ത്രീകൾക്കാണ് അധികാരം. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാം. എങ്ങനെ? സഭാഗൃഹത്തിൽ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടാവും. വിദഗ്ധരായ തോഴിമാർ വരണമാല്യം എടുത്ത് ഉള്ള രാജകുമാരിയുടെ പിന്നിലുണ്ട്. ആ തോഴിമാരുടെ കയ്യിലുള്ള ബയോഡാറ്റ എന്ന് പറയാം. ഇന്ന രാജ്യത്തെ രാജാവ്, അദ്ദേഹം പേര്, അദ്ദേഹം നേടിയ ബിരുദങ്ങൾ, ബിരുദാനന്തരം നേടിയ യുദ്ധങ്ങൾ, ജയിച്ചത് മുഴുവൻ ആ തോഴി പറയും. കന്യക രാജകുമാരനെ നോക്കും. മനസ്സിനിണങ്ങിയാൽ അപ്പൊ വിവാഹത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മനപ്പൊരുത്തമാണ്.
അതെങ്ങനെയാണ് ഈ മനപ്പൊരുത്തം? അവിടെ ഒരു ആറാം ഇന്ദ്രിയം, സ്ത്രീകൾക്ക് ആറാം ഇന്ദ്രിയമുണ്ട്, പുരുഷൻ 5 ഉള്ളൂ. പാരിൽ ഇഷ്ടജനം നിരൂപിക്കാൻ നാരിമാർക്ക് നയനം സസൂക്ഷ്മമാം. ഒരാൾ ഒരു നോട്ടം നോക്കിയാൽ ബടക്കാണോ മിടുക്കാണോ എന്ന് മനസ്സിലാവും. ഒറ്റ നോട്ടം മതി. അതിന് ഉള്ള എല്ലാ കഴിവുകളും ഈശ്വരൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ലോകത്തെവിടെയില്ലാത്ത 3 ദേവിമാരെ, പാർവതിയും ലക്ഷ്മിയും സരസ്വതിയും, ഇത് 3ഉം ഓരോ സ്ത്രീയിലുമുണ്ട് എന്നാണ് ഹൈന്ദവ ധർമ്മം പറയുന്നത്. അവൾ സാമ്പത്തികമായി എക്കണോമിക്കലിൽ കഴിവ് കാട്ടുമ്പോൾ അവളിൽ ലക്ഷ്മിയുണ്ട്. അവൾ ശാരീരികമായിട്ട് ശത്രുവിനോട് പ്രതിരോധിക്കാൻ, തന്നെ ദ്രോഹിക്കാനോ തൻ്റെ മക്കളെ ദ്രോഹിക്കാനൊക്കെ ശ്രമിക്കുന്ന കശ്മലന്മാരോട് ദുർഗയെപ്പോലെ, ദുർഗയാണ്, വേണമെങ്കിൽ വാളെങ്കിൽ വാള്, ആ സ്ത്രീയിൽ പാർവതിയുണ്ട്. ബൗദ്ധികമായിട്ട് ഭർത്താവിനും മക്കൾക്കും വേണ്ട സമയത്ത് നയതത്വ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് കാര്യേഷു മന്ത്രി എന്നാണ് ഭാര്യയെ പറയുക. ഭർത്താവ് രാജാവായിരിക്കും, തലയിൽ കിരീടമൊക്കെ ഉണ്ടെങ്കിലും ആ തലക്കകത്തേക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നവളാണല്ലോ സ്ത്രീ. അപ്പോൾ സ്ത്രീക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാകും എനിക്ക് അനുഗുണയാണോ എന്ന്, അനുഗുണനാണോ, എനിക്ക് ചേരുന്നവനാണോ. അതാണ് മനപ്പൊരുത്തം എന്ന് പറയും. ഈ കാര്യം പരീക്ഷത്തിനോട് ശുകനൊന്ന് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചു എന്ന് ഒറ്റ വാക്കിൽ ഭാഗവതത്ത് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് പറയണ്, അതങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ പോരാ. രുക്മിണി സ്വയം വിവാഹം വിസ്തരിച്ച് പറയണം. എന്തുപോലെ? സീതാരാമന്മാർ കാട്ടിൽ വനവാസത്തിന് പോയപ്പോൾ അത്രി മഹർഷിന്റെ ആശ്രമത്തിലെത്തി. അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയ. അകത്തേക്ക് പോയി. സന്ധ്യാസമയമാണ്. പൂജാതി കർമ്മങ്ങളും ഹോമാദി ക്രിയകളൊക്കെ ആശ്രമത്തിന് മുറ്റത്തിലുണ്ട്. ഋഷികളും ഒക്കെ അവിടെയുണ്ട്. രാമലക്ഷ്മണൻ അവിടെയുണ്ട്. അകത്ത് അനസൂയ സീതയെ കൊണ്ടുപോയിട്ട്, നമ്മൾ കുറച്ച് മുതിർന്നവർക്ക് ഒരു സ്വഭാവമുണ്ട് സ്ത്രീകൾക്ക്, ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ കണ്ടാൽ വലിയ ഇഷ്ടം. പണ്ട് നമ്മൾ നാട്ടിൻപുറത്തെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഇടവഴികളിലൂടെ ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തുള്ള സ്ത്രീകൾ നിറഞ്ഞു നിൽക്കും. ഒരു മഹാരാജാവിൻ്റെ ഘോഷയാത്രയൊക്കെ കാണാൻ ഈ ചെറുക്കനെയും പെണ്ണിനെയും കണ്ട് കണ്ണ് നിറക്കാൻ എത്ര കണ്ടാലും മതിയാവില്ലേ. അനസൂയ 10,000 വർഷം വൻ തപന്നോറ്റുള്ള ആളാണ്. വ്രതകാർക്കശ്യത്താൽ ചുക്കിച്ചുളിഞ്ഞ് നരച്ചവളാണ്. ബ്രഹ്മലോകത്ത് പോയാൽ ബ്രഹ്മാവ് എഴുന്നേറ്റ് നിൽക്കും. അനസൂയ ബ്രഹ്മലോകത്ത് പോയാൽ ആ അനസൂയാണ് സീതയെ വിളിച്ചിട്ട്, കേട്ടു ഞാൻ സ്വയംവര വിധിയാൽ നീ രാമനെ വേട്ടതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് മോളെ, പക്ഷെ ഒന്നും കൂടി നീ അതെല്ലാം പറ. അതായത് കല്യാണ കഥ കേട്ടാലും സ്ത്രീകൾക്ക് മതിയാവില്ല, കല്യാണം കണ്ടാൽ മതിയാവില്ല, കല്യാണത്തിന് ഒരുങ്ങിയാൽ മതിയാവില്ല. ആണുങ്ങൾ ഏതെങ്കിലും പഴയ ഒരു കുപ്പായം മുണ്ടുവിട്ട് പോകുന്നു, നിങ്ങൾ ഇതും കൊണ്ടാണോ കല്യാണത്തിന്? അവൾക്കതൊന്നും പോരാ. വ്രീളയാൽ മുഖം ചോന്ന് താഴ്കിലും, സീതയുടെ മുഖല്ല നാണം കൊണ്ട്. ഇന്നത്തെ പെൺകുട്ടികളെ പോലെയൊന്നുമല്ല. അവർ സേവ് ദി ഡേറ്റിന് മുമ്പ് എന്തെല്ലാം അഭ്യാസം കളിച്ചിട്ടുണ്ട്, ഒരു നാണവും ഉണ്ടാവില്ല. വ്രീളയാൽ മുഖം ചോന്ന് താഴ്കിലും അകളങ്കശീല, കളങ്കമില്ല സീതക്ക്. രാമനെ ആ മിഥിലാപുരിയിലേക്ക് സിംഹത്തെ പോലെ രാമാദികൾ വരുന്നതും വിശ്വാമിത്രന്റെ കൂടെ വരുന്നതും കടക്കണ്ണുകൊണ്ട് കണ്ടതും, ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപേട പോലെ. അങ്ങനെ ആ വില്ലെടുക്കുമ്പോഴും പാർവതീദേവി ഇങ്ങനെ പ്രാർത്ഥിച്ച്, വരുത്താൻ കഴിയണേ, വരുത്താൻ കഴിയണേ, പൊട്ടി കഴിയണേ. അതാണ് മനപ്പൊരുത്തം എന്ന് പറയും. അതിൽ അനസൂയ പറയുന്നൊരു വാക്കുണ്ട്, മകളെ നീ സുഹൃതിനി, രാമൻ നിൻപ്രിയൻ ലോകപ്രിയൻ. ഇത്
ഇവിടെ രുക്മിണിയും പറയുന്നുണ്ട്. രുക്മിണിയുടെ കത്ത് ഞാനിപ്പോൾ വായിക്കും. ഒരു പ്രണയലേഖനമുണ്ട് എഴുതിയിട്ട്. ലോകത്തൊരു സ്ത്രീയും രുക്മിണി എഴുതിയതുപോലെ ഒരു പ്രണയലേഖനം. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ക്ലാസ്സിൽ പണ്ട് കുട്ടികൾ പ്രണയലേഖനം ബുക്കിൻ്റെ അകത്തുണ്ടാവും. ഞാൻ അവരോട് ഭാഗവതത്തിൽ രുക്മിണി എഴുതിയതെങ്കിലും ഒന്ന് വായിച്ചിട്ട് എഴുതുന്നു പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്താ അനസൂയ പറഞ്ഞതെന്നറിയോ? മകളെ, നീ സുഹൃതിനി, സുഹൃതം ചെയ്ത സ്ത്രീക്ക് മാത്രമേ. അതേ ഭാഷയാണ് ഇവിടെ രുക്മിണി പറയുന്നത്. ഞാൻ സുഹൃതം ചെയ്തിട്ടുണ്ട്. നീ സുഹൃതിനിയാണ്. കാരണം രാമൻ നിൻ പ്രിയൻ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ലോകപ്രിയൻ. സുഹൃതം ചെയ്യാത്ത സ്ത്രീക്ക് അവർക്കിഷ്ടമുള്ള ഭർത്താവിനെ കിട്ടും. ആ ഭർത്താവ് അവർക്ക് മാത്രമേ ഇഷ്ടമുണ്ടാവൂ, മറ്റൊരാൾക്ക് അയാളെ ഇഷ്ടമല്ല. എന്നാൽ സുഹൃതം ചെയ്തവർക്ക്, അതാണ് നമ്മൾ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. സുഹൃതം ചെയ്യിക്കണം. കല്യാണത്തിന് ഒരു 22, 23, 25 കല്യാണം കഴിപ്പിക്കണം കേട്ടോ. പിടിച്ചു കെട്ടിക്കണം. ഇപ്പൊ അവർ പരക്കം പയ്യ ലോകം മുഴുവൻ കിട്ടൂല. ആ സമയത്ത് അവർക്ക് സുഹൃതം ചെയ്യിക്കണം. ഏതൊക്കെ സുഹൃതങ്ങൾ ചെയ്യിക്കണം എന്ന് രുക്മിണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുഹൃതം ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ണ, അതുകൊണ്ട് അങ്ങേ എനിക്ക് കിട്ടും. നിൻ പ്രിയൻ ലോകപ്രിയൻ എന്നാണ് അനസൂയ പറഞ്ഞത്. രാമൻ നിനക്ക് മാത്രമല്ല, ലോകത്തിന് പ്രിയങ്കരനാണ്. ലോകപ്രിയനായ ഒരാളെ ഭർത്താവായി ലഭിക്കുന്ന പെൺകുട്ടി സുഹൃതിനിയാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് പരീക്ഷിത്ത് പറഞ്ഞു, ആ കഥയിൽ എനിക്കറിയാം, ഭഗവാൻ കല്യാണം കഴിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിൽ രുക്മിണി പരിണയ കഥ ശുഗൻ, അച്ഛൻ പിതാവ് എഴുതിയ ആ കഥ പറയുന്നത്. കേട്ടു. കഥ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാം. വിദർഭയിലെ രാജാവായ ഭീഷ്മകന് 5 ആണും 1 പെണ്ണും ഉണ്ടായിരുന്നു. മൂത്തത് രുക്മി. എത്ര മനോഹരമായിട്ടാണ് മക്കൾക്ക് പേരിട്ടത്. ഇത്രയും കേട്ടോ. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മേശൻ, രുക്മമാലി. 5-ാമത് ആണ് കഴിഞ്ഞ 6-ാമത് ഭാഗവതം പറയുന്നത് എന്താണെന്നറിയോ? ഇവരെ പേരേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ രുക്മിണിക്കൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. കല്യാണ ഗുണശാലിനിയായ രുക്മിണി. സതി എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. സതി എന്ന വാക്കിന് ശോഭനമായ ഗുണമുള്ളവൾ. ബാക്കി ആർക്കും ഒരു ഗുണമില്ല എന്ന് അർത്ഥം. വ്യാസം പറഞ്ഞിട്ടില്ലല്ലോ. 5 ആണിന് 1 ഗുണമില്ല. അത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. 1 ഗുണമില്ലാത്തവരെ പ്രസവിച്ചിട്ട് എന്ത് കാര്യം വീട്ടിനും നാട്ടിനും. പക്ഷെ ഒരു ഗുണശാലിനിയായ മകളുണ്ട്. അവളുടെ പേരാണ് രുക്മിണി. ഈ ഭീഷ്മകൻ സമ്പന്നൻ മാത്രമല്ല, സദ്ഗുണനായ ഒരു രാജാവാണ്. കാരണം ഞാനിവിടെ ഭാഗവതം സദ്ഗുണൻ എന്ന് പറയാൻ കാരണം, ഋഷികളുമായിട്ട് അങ്ങനെ ഉള്ള രാജാക്കന്മാർ അപൂർവമാണ്. ആ രാജകൊട്ടാരത്തിൽ നേരത്തെ പറഞ്ഞ സജ്ജനങ്ങളായ ആചാര്യന്മാരും ഋഷികളും വരും. എന്നിട്ട് അവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. ആ പ്രഭാഷണത്തിൽ, ആചാര്യന്മാർ നടത്തുന്ന പ്രഭാഷണത്തിൽ ദ്വാരകാവാസിയായ ശ്രീകൃഷ്ണനെ കുറിച്ചും പറയും. അപ്പോൾ ഒരു ബാലിക അത് കേൾക്കാനുണ്ടാകും. അങ്ങനെ ഒരു ബാലിക ഇത്തരം വേദികളിൽ കേൾക്കാനുണ്ടെങ്കിൽ അവൾ കല്യാണ ഗുണനിധിയായിരിക്കും. ഇവിടെ ഞാൻ ആരെയും കാണുന്നില്ല. അമ്മമ്മയുടെ കൂടെ ചെറുതൊന്നു വന്നിട്ടുണ്ട്. അത് തൽക്കാലം വന്നു പെട്ടുപോയതാണ്, പാവം. ഇത്തരം മഹാവേദികളിൽ ഒരു പെൺകുട്ടി ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ, അതാണ് സുനിൽജി ഇവിടെ പറഞ്ഞത് നേരത്തെ, മരുന്നിലിടാൻ ഒന്നിനെ കിട്ടുന്നില്ല. ഞാൻ തലശ്ശേരി അവിടെ ഒരു പ്രഭാഷണത്തിന് 200 പേരുണ്ട്. എല്ലാം 50 മേലെ ഉള്ള ആളാ.
പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ ആ ഗ്രൗണ്ടിൽ ഒരു 100 ആൺകുട്ടികൾ ബൈക്കും, അവർ തലയൊന്നും ഒരാൾക്ക് ഉയർത്താൻ കഴിയുന്നില്ല, 100 പേരിൽ മേലെ. അപ്പൊ ഇവിടെ ഈ സഭയിൽ, ഭീഷ്മകന്റെ സഭയിൽ നാരദർ വരും, ഭഗവാനെ കുറിച്ച് പറയും, ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ശൗര്യം, ഭഗവാന്റെ സ്വഭാവം, ഇതെല്ലാം ഒരു കുട്ടീൻ്റെ മനസ്സിൽ അറിയാതെ അറിയാതെ ഒരു അനുരാഗമുണ്ടാകും. രുക്മിണി ജീവിതത്തിൽ ആ അംബികാക്ഷേത്രത്തിൽ നിന്ന് എല്ലാം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഇന്ന പോലെ ഞാൻ ഇറങ്ങി വരും, അവിടെ ഉണ്ടാവണം എന്നൊക്കെ എഴുതി കത്തിലുണ്ട്. ആ നിമിഷത്തിലല്ലാതെ കൃഷ്ണനെ കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്ത ഒരാളോട് പ്രേമമുണ്ടാവുമോ? ഇപ്പം മൊബൈലിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നതിനോടുണ്ട്, അതിൻ്റെ അപകടവും നമുക്കറിയാം. അങ്ങനെയുണ്ടെങ്കിൽ ആ അനുരാഗം കാണാത്ത ഒരാളെ കേട്ടറിഞ്ഞിട്ട്, ആദ്യം നമ്മൾ എല്ലാ കാര്യവും, നവതാഭക്തിയിൽ തന്നെ ആദ്യത്തെ ഭക്തി ശ്രവണമാണല്ലോ, ശ്രവണഭക്തി എന്നല്ലേ പറയാ, കേട്ടറിഞ്ഞിട്ട്. ആദ്യം തന്നെ ജനിച്ച കുഞ്ഞിൻ്റെ വായിൽ ഓംകാരം എഴുതി അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പറയുന്നൊരു മന്ത്രമുണ്ട്, ഓം നിന്റെ നാമം വേദമാണ് എന്നാണ്. കേൾക്കുക ചെയ്യുക, വേദമാണ് മകനെ നിന്റെ ഗൂഢമായ നാമം. അപ്പൊ കുട്ടി ആദ്യം കേട്ടാണ്, കുട്ടികൾ ആദ്യം സംസാരിക്കില്ല, എല്ലാം കേട്ടാണ് പറയുക. അതുകൊണ്ടാണ് ശൃണുയാമദേവ, എനിക്ക് നല്ലത് കേൾക്കാൻ കഴിയട്ടെ. രുക്മിണി ഒരാളെക്കുറിച്ച്, അയാളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അയാളുടെ ശൗര്യത്തെക്കുറിച്ച്, അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് അങ്ങനെ കേട്ട് പഠിക്കുകയാണ്, അനുരാഗമുണ്ടാവുകയാണ്. തം ബുദ്ധിലക്ഷണോദാര രൂപശീലഗുണത്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്രോഢും മനോഭവേ. അവിടെയും ദ്വാരകയിലുള്ള യൗവനം തികഞ്ഞ ഒരാൾക്കും, അത് ഭഗവാനാണ്, കേട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ടും എങ്ങനെയാ, അതാ ഇപ്പം ഞാൻ ഭാഗവതത്തിലെ വായിച്ചത്, തം ബുദ്ധി. എങ്ങനെയുള്ളവളോടാ ഇഷ്ടമുണ്ടാവുക? ബുദ്ധി, ലക്ഷണം, രൂപം, ശീലം, ഗുണത്രയാം. രുക്മിണിയെക്കുറിച്ചും അങ്ങനെയാണ്. ലോകത്തിൽ പല കാര്യങ്ങളും പലരും പല രീതിയിൽ കേൾക്കും. ഈ രുക്മിണിയെക്കുറിച്ചും ദ്വാരപാലകരിലൂടെയോ കേരളത്തിലെ പാണന്മാരൊക്കെ പാടിയതുപോലെയോ കൃഷ്ണനും കേട്ടു. കൃഷ്ണശ്ച സദൃശീം ഭാര്യാം, ഭഗവാനും മനസ്സിൽ അവളെ ഭാര്യയാക്കണം എന്ന് ആഗ്രഹിച്ചു. അവിടെ ഒരാൾ ഭഗവാനെ ഭർത്താവാകണം എന്ന് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? അവൾക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ ആദ്യം ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുമ്പോൾ വേണ്ടത് ബുദ്ധിയായിരിക്കണം. അതിൽ ആണ് കാണാനോ പെണ്ണ് കാണാനോ വരുമ്പോൾ ബുദ്ധിയുണ്ടോ എന്നൊന്നും ചോദിച്ചേക്കല്ലേ. ഞാൻ ഭാഗവത സപ്താഹം കേട്ടിട്ടാണ് വരുന്നത്, സത്രത്തിൽ നിന്ന് വരുവാണ്. നിനക്ക് ബുദ്ധിയുണ്ടോ? ആചാര്യൻ പറഞ്ഞിന് ബുദ്ധിയുള്ളവളായിരിക്കണം എന്ന്. അന്ന് തീരും ആ കല്യാണം. ഔദാര്യ രൂപശീല ഗുണം, കാണാൻ ഭംഗിയുണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം, നല്ല പെരുമാറ്റം ഉണ്ടാവണം. ഈ ഗുണങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് അനുഗുണമാണെന്ന് കരുതി. ബുദ്ധി, ഔദാര്യം. ബുദ്ധിക്ക് പുറമെ 3 ഗുണങ്ങളാണ് വ്യാസഭഗവാൻ പറഞ്ഞത്. ഒന്ന് ഔദാര്യം, രൂപം, ശീലം. ഔദാര്യം എന്ന് പറയുന്നത് ആളുകളോടുള്ള പെരുമാറ്റം, വീട്ടിലെ ശീലങ്ങൾ. മഹാഭാരതത്തിൽ കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെ കാണാൻ കൃഷ്ണൻ പോകുമ്പോൾ സത്യഭാമ പറഞ്ഞു, ഞാനും വരുന്നു, എനിക്ക് ചേച്ചിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരാ ചേച്ചി? പാഞ്ചാലി, ദ്രൗപദി. കാട്ടിലാണ് കഴിയുന്നത്, വന്നോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും ആ വനവാസത്തിൽ കഴിയുന്ന പാണ്ഡവരെ കണ്ടു. ഭീമനും യുധിഷ്ഠിരനും നകുലനും അർജുനനും സഹദേവനും ഒക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് കൃഷ്ണൻ പോയി. നേരത്തെ അനസൂയയെ കാണാൻ സീത പോയ പോലെ സത്യഭാമ അകത്തേക്ക് പോയി. അപ്പോൾ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പാഞ്ചാലി. ചേച്ചി,
ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത്. കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. ഇതും ആരും പ്രാവർത്തികമാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേൾക്കാൻ നല്ല രസമാണ്. എന്താ ഭാമേ? അല്ല, ഈ 5 ഭർത്താക്കന്മാരെ ഇങ്ങനെ ഒരേപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ എന്ത് കൂടോത്ര ചേച്ചി പ്രയോഗിച്ചത്? അതൊന്ന് എനക്കും പറഞ്ഞതാ. ഭാഷ ഏതാണ്? കൂടോത്രം. പെട്ടെന്ന് ദ്രൗപദിയുടെ മുഖം ചോന്നു. എന്താ കാരണം എന്നറിയോ? ഈ സംസാരിക്കുന്ന 2 പേര് ആരാ? സാധാരണ തലത്തിൽ നിന്ന് മേലെയുള്ള ആളുകളാണ്. ഭഗവാന്റെ ഭാര്യയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണന്റെ ഭാര്യയായിട്ട് എന്നോട് കൂടോത്രം എന്നാണോ ചോദിക്കുന്നത്? ഇനി മേലാൽ, ചേച്ചിക്ക് അധികാരമുണ്ടല്ലോ. ഇനി നിന്റെ വിഷയത്തിലേക്ക് വരാം. ഭർത്താവിനെ, അതാണ് ചോദ്യം, ഭർത്താവ് സ്നേഹിക്കാൻ എന്താണ് വഴി? 50, 60, 70 ഒക്കെ കഴിഞ്ഞവർക്ക് വലിയ പ്രശ്നമാണ്. ഭർത്താവിന് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവും, എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. കല്യാണി ചേച്ചി സുഖല്ലേ? എന്ത് സുഖടോ മോനെ? ഒരു സുഖവുമില്ല. ഞാനിതാ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ മരുന്നിന് പോകുന്ന അവസ്ഥയാണ്. അപ്പോ ഭർത്താവിനെങ്ങനെ എന്നെ ദൃഷ്ടിച്ചേ കണ്ടുകൂടാ. ഇപ്പം പണ്ടല്ല എന്തെല്ലാം ഇഷ്ടം, ഇപ്പം കണ്ടേ കൂടാ. മക്കളോ, അവർക്കും കണ്ടുകൂടാ. ഉള്ളതിന് ലേശം ഇഷ്ടമുണ്ടായിന്, കല്യാണം കഴിച്ചുകൂടാ, അതിൻ്റെയും പോയി. അയൽപക്കമോ, പണ്ടേ ശത്രുക്കളല്ലേ നമ്മൾ. പിന്നീട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വരാണ്ടിരിക്കുക. നമ്മൾ ആധ്യാത്മികതയുടെ ആനന്ദം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ സത്രത്തിൻ്റെ സഭാഗൃഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പ്രഷറും ഷുഗറും BP ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് വരിക. അവിടെ എഴുതി വെക്കും, സുശീല, പ്രഷർ ഇത്ര. ഈ വൈകുന്നേരം പോകുമ്പോൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ വളരെ നോർമലായിട്ട് കാണാം. സംശയം വേണ്ട, ഒരു രൂപ ചെലവില്ല. ദ്രൗപദി പറഞ്ഞു, ഞാൻ അത് ഭാരതത്തിലെ എല്ലാ സ്ത്രീകളെയും പഠിപ്പിക്കാൻ വേണ്ടി 5000 വർഷം മുമ്പ് വ്യാസൻ എഴുതി വെച്ചതാണ്. വിവാഹ കുടുംബ ജീവിതത്തെപ്പറ്റി എന്തിനാണ് രുക്മിണി വിവാഹം വിഷയമായിട്ട് പറയുന്നത്? അത് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ മാതൃകാപരമായ കുടുംബ ജീവിതത്തെ പറ്റി പഠിപ്പിക്കാനാണ്. ആരെങ്ങനെ വിവാഹം കഴിച്ചു എന്നല്ല, അവരുടെ ജീവിതധർമ്മം എന്ത് എന്ന് കാണിക്കാനാണ്. അതാണ് ദ്രൗപദി പറഞ്ഞത്, ഞാൻ കൊട്ടാരത്തിലാകുമ്പോൾ ആദ്യം കൊട്ടാരത്തിൽ ഉണരുന്നത് ഞാൻ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു വീട്ടിലെ ആദ്യം ഉണരേണ്ടത് ഗൃഹനാഥയാണ്. വൃത്തിയാക്കി അകത്ത് വിളക്ക് കൊളുത്തണം, അടുപ്പ് കല്ലിൽ അഗ്നി ജ്വലിപ്പിക്കണം. പാർവതി എവിടെ വരും? ലക്ഷ്മി വിളക്കിൽ വരും. ഇനി സരസ്വതിയാണ് വരേണ്ടത്. അതിന് കുഞ്ഞുകുട്ടികളെല്ലാം വിളിച്ചുണർത്തി ഒരു പൂജാമുറിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ സരസ്വതി ദേവി തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് വരും. ഞാൻ എല്ലാവരെയും, ഒരു വീട്ടിൽ ഭാര്യ ആദ്യം ഉണരണം. എല്ലാവരും ഉറങ്ങിയിട്ടേ അവൾ ഉറങ്ങാൻ പാടുള്ളൂ. അതിലൊന്നും ഒരു സദാചാര വിരുദ്ധതയില്ല. ഒരു വീടിൻ്റെ നിലനിൽപ്പ്, അല്ലാത്ത വീടൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ ഇത് സൂപ്പർ മാർക്കറ്റൊക്കെ ഇപ്പം നല്ല ഭംഗിയുണ്ട്, അതിനേക്കാൾ അപകടമായിരിക്കും വീട്. ആ വീടിൻ്റെ ഗൃഹലക്ഷ്മിയാണ്, വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ താക്കോലാണ്, വീടിൻ്റെ വാക്കാണ് സ്ത്രീ. ഇതാണ് സത്യഭാമക്ക് പറഞ്ഞു കൊടുത്തത്. ഭർത്താവ്, നാരായണ ഗുരുസ്വാമി പറഞ്ഞ 10 കാര്യങ്ങളൊന്ന് കേട്ടോ. വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം ചെയ്താൽ അവൾ വസതിക്കൊത്ത ഗുണമുള്ളവളായിരിക്കണം. വരവിൽ അനുസരിച്ച് ചെലവ് ചെയ്യണം. ഗുണം കുടുംബിനിക്കില്ലാതായാൽ എല്ലാം ഇരിക്കലും ആ കുടുംബം നശിച്ചു പോകും. പണമുണ്ട്, പ്രതാപമുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കുടുംബിനിക്ക് സ്വഭാവ ഗുണമില്ലെങ്കിൽ ആ കുടുംബം പോകും.
കുടുംബിനി ഗുണമുള്ളവളാണെങ്കിലോ എല്ലാം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ചാരിത്ര ശുദ്ധിയേക്കാൾ ഗുണത്തോട് ചേർന്നവൾ. ഏറ്റവും സനാതനധർമ്മം ചാരിത്രം എന്ന വാക്ക്. സ്ത്രീ ചാരിത്രവതിയാണെങ്കിൽ അതാണ് പത്നീധർമ്മം എന്ന് പറയാം. അവൾ ദൈവത്തിനെ തൊഴാതെ തൻ്റെ ആത്മനാഥനെ തൊഴുകിൽ അവൾ പറയുന്നിടം മഴ പെയ്യും. പാതിവ്രത്യത്തിന്റെ പവർ നോക്ക്. സീതാദേവിയെ രാവണന് തൊടാൻ കഴിഞ്ഞിനോ? ഒരു പുല്ല് പറിച്ച് കാണിച്ചു കൊടുത്തില്ല, നീ എനിക്ക് ഇതിന് സമാനം. കൊട്ടാരവും രത്നവും അതിനെ ചുറ്റും ഒരു കൊല്ലം രാവണനെ വാഴ്ത്താനുള്ള പെണ്ണുങ്ങളെ ചുറ്റും നിർത്തിയിട്ടും ഒരു പൊടി മനസ്സ് മാറിയോ സീത? അതാണ് പാതിവ്രത്യത്തിന്റെ ശക്തി. തൻ്റെ കുലദേവതയെ തൊഴാതെ ആത്മനാഥനെ തൊഴുകിൽ അവൾ പറയുന്നിടത്ത് മഴ പെയ്യും എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. സ്വയം രക്ഷാവലയം സൃഷ്ടിച്ച് അവൾ തൻ്റെ പ്രിയതമനെ കാത്തുകൊള്ളണം. സ്ത്രീകളുടെ വ്യക്തിപ്രഭാവം മനസ്സിലാക്കാതെ അവരെ വീട്ടിനുള്ളിൽ തളച്ചിടരുത്. വ്യക്തിപ്രഭാവം മനസ്സിലാക്കിയിട്ട് അവളെ യശോധാവല്യത്തോടെ വേണ്ട ഇടങ്ങളിൽ ഭർത്താവ് കൊണ്ടുപോകണം. നാരിമാർക്ക് പ്രാണനാഥ പൂജ ലഭിച്ചാൽ പ്രാണനാഥൻ പ്രിയങ്കരിയായിട്ട് അവളെ കണ്ടാൽ ദേവലോകത്തിനും മേലെയാണ് അവൾക്ക് ശ്രേഷ്ഠത ലഭിക്കുക. നാരി ഗുണം ഗൃഹത്തിന് ഏറ്റവും മംഗളമുണ്ടാക്കും. ഇതാണ് ഭാരതീയ കുടുംബസങ്കല്പത്തിൻ്റെ അടിത്തറ. അത് മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതത്തിലും പഠിപ്പിക്കുന്ന ഒരു മഹനീയ കുടുംബശാസ്ത്രമാണെന്ന് പറയാം. പള്ളിക്കൽജി പറഞ്ഞ പോലെ ഇവിടെ വരേണ്ടത് ആരാ? കല്യാണം കഴിയാത്തവരെ കൊണ്ടിരുത്തേണ്ടതാ. അവർ കനഡയിലും ഫ്രാൻസിലും ജപ്പാനിലൊക്കെ പോയിട്ട് ഏത് കോലത്തിലാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അമ്മൂമ്മമാർ പറയും കരികാലം എന്നല്ലാണ്ട് എന്താ പറയാ. അതിന് കാരണക്കാരി നമ്മളാണെന്ന് ഓർമ്മിക്കണം. രുക്മിണിയുടെ ഗുണം മനുഷ്യ സ്ത്രീകളെ അതിശയിക്കുന്ന ബുദ്ധി, മനുഷ്യ സ്ത്രീകളെ അതിശയിക്കുന്ന ഔദാര്യം, മാനുഷിക സ്ത്രീഗണങ്ങൾക്കില്ലാത്ത രൂപസൗന്ദര്യം, ശീലഗുണങ്ങൾ. അപ്പോ ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ടൊരു കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ട്. ഭഗവാൻ പറയാണ്, എൻ്റെ വലത് കൈയിൽ ധ്വജാതി ചിഹ്നങ്ങളുണ്ട്. അത് മഹാപുരുഷ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഭഗവാൻ എങ്ങനെയാ കണ്ടിരുന്നെന്ന് എനിക്കറിയില്ല. പറയുന്നുണ്ട് അവളുടെ ഇടത് കൈയിൽ ആ ധ്വജാതി ചിഹ്നങ്ങളുണ്ട്, ഇടത് ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മളല്ലേ ചേരേണ്ടത്. അതുകൊണ്ടാണ് അവളെ കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ഭഗവാനും ആഗ്രഹം ഉണ്ടായത്. ബന്ധുക്കൾക്കെല്ലാം കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ മൂത്ത മകൻ രുക്മിയും, അതുകൊണ്ടാണ് ഭാഗവതത്തിൽ അവർക്ക് വിശേഷിപ്പിക്കാം, ശിശുപാലന് പെങ്ങളെ കല്യാണം കഴിച്ചു. എങ്ങനെയാ ശിശുപാലന്റെ സ്വഭാവം? മദ്യശാലയിൽ നിന്ന് ആരെല്ലാം എപ്പോഴെല്ലാം അതിനെ പിടിച്ചു കൊണ്ടുപോവുക. രാജ്യത്തിന് എന്തെല്ലാം അധർമ്മം ചെയ്ത ശിശുപാലൻ. ആരാ കൂട്ടുകാരൻ? ജരാസന്ധൻ. ഇത്തരത്തിലുള്ള പോക്രികളുടെ എല്ലാം ആർത്ഥത്തിൽ രുക്മിയും ആ ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കണം. ഇതറിഞ്ഞിട്ട് രുക്മിണി അമ്മയോട് പറഞ്ഞു എന്ന് ഏട്ടനോട് പറ, എനിക്ക് ശിശുപാലനെ ഇഷ്ടല്ല. ഒരു ഫലവുമില്ല. അച്ഛനും കൃഷ്ണന് കൊടുക്കാനാണ് ആഗ്രഹം. പക്ഷെ അച്ഛനും ധൃതരാഷ്ട്ര പോലെ ആയിരിക്കണം. ഈ 101 പറഞ്ഞ് പെട്ടുപോയില്ലേ? അങ്ങനെയുള്ള ചില ബന്ധനത്തിലുള്ള അച്ഛന്മാരും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് രക്ഷയില്ല എന്ന് കണ്ടൊരു ബ്രാഹ്മണനെ, ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനെ കണ്ടുപിടിച്ചിട്ട് വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിനോദ്രുതം വിളിച്ചുകൊണ്ടുവന്നിട്ട് കൃഷ്ണായ
പ്രാഹിനോ ദ്രുതം. ഒരു സന്ദേശം എഴുതി ദ്രുതം പെട്ടെന്ന് തന്നെ അയച്ചു. ബ്രാഹ്മണന്റെ ലക്ഷണം പറയുന്നുണ്ട്. സത്യം, ദാനം, ക്ഷമം, ശീലം, അനൃശംസ്യ ത്രപാഘൃണ, തപശ്ച ദൃശ്യതേയത്ര സ ബ്രാഹ്മണ ഇതി സ്മൃത. ഈ 8 ലക്ഷണങ്ങളുള്ള ആളെ ബ്രാഹ്മണൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ബ്രാഹ്മണര് വേണം. അത് ഭാഗവതവും രാമായണവും മഹാഭാരതവും ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളൊക്കെ അതിന് എന്ത് എതിരാളികൾ പരിഹസിച്ചാലും എന്താണ് ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം? സത്യം. അയാൾ സത്യവാനായിരിക്കണം. സത്യമേവ ജയതേ. ഈ രാഷ്ട്രത്തിന്റെ മുദ്രാവാക്യം എന്താണ്? സത്യമേവ ജയതേ. മുണ്ടകോപനിഷത്തിലെ ഒരു ആപ്തവാക്യമാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ സത്യവാനായിരിക്കണം. രണ്ടാമത് ദാനം. ദാനം ചെയ്യണം. ദരിദ്രർക്ക്, അനാഥന്മാർക്ക്, ധർമ്മസ്ഥാപനങ്ങൾക്കൊക്കെ ദാനം ചെയ്യുമെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ്. 3 ക്ഷമ. തെറ്റ് ചെയ്യാൻ പാടില്ല, ക്ഷമയുള്ളവനായിരിക്കണം. ഏത് അവസരത്തിലും ബ്രാഹ്മണൻ ഒരിക്കലും ക്ഷുഭിതനാകില്ല. ക്ഷത്രിയൻ ക്ഷുഭിതനാകും, മറ്റെല്ലാ വർണ്ണങ്ങളും ക്ഷുഭിതമാവും, ബ്രാഹ്മണൻ പാടില്ല. 4 ശീലം. ഉത്തമമായ ശീലഗുണം. ശ്രേഷ്ഠമായ പെരുമാറ്റമായിരിക്കണം. ശ്രേഷ്ഠമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ അയാൾ ബ്രാഹ്മണനല്ല. അനൃശസ്വം. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം. ത്രപ 6ാമത്തെ ഗുണമാണ്. തിന്മയിൽ നിന്ന് വളരെ ലജ്ജയോടകന്ന് നിൽക്കണം. മദ്യപാനം ഒരു തിന്മയാവാം, അങ്ങനെ ഏത് തിന്മയിൽ നിന്നും. അഘൃണ. സദാ ദയ ഉണ്ടാവണം. ഒരാളോടും വെറുപ്പോ ഈർഷ്യയോ കാണിക്കരുത്. 8 തപസ്. വ്രതചര്യ. ഏത് ആപത്തിലും ധർമ്മമാർഗത്തിൽ, അതൊക്കെ തപസ്സാണ്. ശ്രേഷ്ഠന്മാർക്കേ കഴിയൂ. ഇത് ഉത്തമ മനുഷ്യനാകാൻ വേണ്ട 8 ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ ആചരിക്കപ്പെട്ടിരുന്നു അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുക. അതാണ് ഭഗവാൻ ഈ ബ്രാഹ്മണൻ വരുമ്പോൾ തന്നെ തൻ്റെ സ്വർണ്ണ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ കൊണ്ടിരുത്തി. കൃഷ്ണനാണ് എതിരേൽക്കുന്നത്. എന്നിട്ടോ എങ്ങനെയാണ് ആ ബ്രാഹ്മണനെ ഉപചരിച്ചത്? ഇത് രുക്മിണിയുടെ ലേഖനം സന്ദേശം കൊണ്ടുവരുന്നതൊന്നും അറിയില്ലല്ലോ ഭഗവാൻ. ഒരു ബ്രാഹ്മണൻ വരുന്നു, അവിടെ വിശ്രമിച്ചു. ആദ്യം വിശ്രമിച്ച് വേർപ്പൊക്കെ മാറിയതിന് ശേഷം ഭക്ഷണം കൊടുത്തു. പിന്നെയോ ശയനം, വിശ്രമിക്കാൻ പറഞ്ഞു. എന്താ വന്നത്? വേഗം പറ. ഒന്നുമില്ല. അതിനുശേഷം ആ അദ്ദേഹം കിടക്കുന്ന കട്ടിലിന്റെ കാൽഭാഗത്ത് ഭഗവാൻ പോയിരുന്നു. എന്നിട്ട് കാല് തഴുകുകയാണ്. ഏതോ ഒരു ബ്രാഹ്മണൻ, പേരും ഊരും ഇല്ലാത്ത. അങ്ങനെയാണ്. എന്തിനാണിത് ഭാഗവതവും ഭഗവാൻ കാണിക്കുകയും ചെയ്യുന്നത്? വീട്ടിൽ വരുന്നൊരാളെ, അതാണ് ആർഷധർമ്മം, അതിഥി ദേവോ ഭവ, ആചരിച്ച് കാണിക്കുകയാണ്. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകണം. അവരെ സ്നേഹപൂർവ്വം നോക്കണം. വരുന്നാൾ നമ്മളെ മുഖമാണ് ആദ്യം നോക്കുക. അത് സ്നേഹമില്ലെങ്കിൽ അവരെ മനസ്സ് പോയി. ഇരിക്കാൻ പറയണം. മധുരമായി സംസാരിക്കണം. ജനിക്കുമ്പോൾ നാവിൽ സ്വർണ്ണനൂലുകൊണ്ട് തേനും നെയ്യും ചാലിച്ച് അച്ഛൻ ഓംകാരം എഴുതി. അതിലെന്തിനാണ് തേൻ? നീ പ്രിയഭാഷിയാകണം. നീ എപ്പോഴും എവിടെയും മധുരമായി സംസാരിക്കണം എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. എന്നിട്ടോ അന്നപാനാദികളൊക്കെ നൽകി യാത്ര പോകുമ്പോൾ അനുധാവനം ചെയ്യണം, കൂടെ പോണം. കച്ചിത് ദ്വിജപരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃദ്ധസമ്മതഃ വർത്തതേദാദികൃച്ഛ്രേണ സന്തുഷ്ടമാനസ സദാ. ദ്വിജശ്രേഷ്ഠൻ. ആ ബ്രാഹ്മണനോട് ഭഗവാൻ ചോദിക്കുന്നത് എന്താണെന്നറിയും? ചില ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങ് കിട്ടുന്നതിൽ സംതൃപ്തനാണോ? യാഗാദി കർമ്മങ്ങളെല്ലാം അവിടെ വരുന്നിടത്ത് നല്ല നിലയിൽ നടക്കുന്നില്ലേ?
കാരണം ബ്രാഹ്മണൻ സന്തുഷ്ടനല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന് ശ്രേയസ് ഉണ്ടാവില്ല എന്ന് അന്വേഷിക്കുകയാണ്. ഒരു ധാർമ്മിക ജീവിത രീതി നോക്കൂ. ഒരിക്കൽ 82 വയസ്സായ ഒരു വൃദ്ധനായ ഒരാൾ ആശുപത്രിയിൽ ഹൃദ്രോഗ സംബന്ധമായിട്ട് അഡ്മിറ്റായി. ഓപ്പറേഷൻ വേണ്ടി വന്നു. ICUവിൽ നിന്ന് പുറത്തു വന്നു. അയാൾക്ക് ഡിസ്ചാർജ് ചെയ്യാം, ഇനി ക്യാഷ് അടക്കണം കൗണ്ടറിൽ. ഡോക്ടർ അടുത്തുണ്ട്. ഈ സാധു വൃദ്ധൻ ചോദിച്ചു, ഡോക്ടർ എത്രയായി എൻ്റെ? ഒരു 2 ലക്ഷം ആയിട്ടുള്ളൂ. 2 ലക്ഷം? ഒരു 4-5 മിനിറ്റ് നിങ്ങളുടെ ഹൃദയം നിന്നുപോയിരുന്നു. ഞങ്ങൾ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടത് പ്രവർത്തിപ്പിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നൊരു, ഈ വൃദ്ധൻ പറയുന്നൊരു ഡോക്ടറോടുള്ള ചോദ്യമുണ്ട്. 5 മിനിറ്റ് എൻ്റെ ഹൃദയം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ. ഈ 82 വയസ്സ് വരെ എൻ്റെ ഹൃദയം പ്രവർത്തിപ്പിച്ച ഭഗവാന് ഞാൻ എത്രയോ കൊടുക്കുക? നാളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചൊല്ലുമ്പോൾ. ആ ഗുരുവായൂരിലെ ശ്രീലകത്ത് നിന്ന് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. പറക്കുന്ന കാലത്തൊന്നും വന്നിട്ടില്ല അല്ലേ? സാരില്ല. ഹേ ബ്രാഹ്മണ, രാജാവിൽ നിന്ന് അങ്ങേക്ക്, അതാണ് ധർമ്മനിഷ്ഠനായ ഒരു രാജാവ്, വേണ്ട സഹായങ്ങളൊക്കെ ലഭിക്കുന്നില്ലേ? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് നമ്മുടെ ലോകത്തിന് കൊടുത്തൊരു മുദ്രാവാക്യം. അതുകൊണ്ടാണ് ഈ ധ്യാന ഇതിനെല്ലാം ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ആചരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്ക് സ്വസ്ഥത കൊടുക്കേണ്ട രാജാവ്. ഏത് നിമിഷമാണ് തലയിൽ ഷെല്ലും ബോംബും വീഴുന്നു എന്ന് കരുതുന്ന ഒരു ജനത. ന്യായേണ മാർഗേണ മഹീം മഹീശ, മഹീ ഭൂമിയെ പരിപാലിക്കുന്ന മഹീശൻ ന്യായമാർഗത്തിൽ രാജ്യം ഭരിക്കുന്നില്ലേ? ഗോ ബ്രാഹ്മണേഭ്യ, ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും ശുഭമസ്തു, സുഖം ഉണ്ടാവുന്നില്ലേ? ലോക, എങ്കിലേ ലോകത്തിന് സുഖം ഉണ്ടാവൂ. ഏത് രാജ്യത്താണോ ജനങ്ങൾ ക്ലേശം കൂടാതെ ഇരിക്കുന്നത്, ഭഗവാൻ പറയാണ്, ആ രാജാവ് എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അങ്ങ് ഇത്രയും ക്ലേശം സഹിച്ച് സമുദ്രമൊക്കെ താണ്ടിയിട്ട് ഇവിടെ വരാൻ എന്താണ് കാരണം? ഞാൻ എന്താ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ഭഗവാനെല്ലാം അറിയാം. എന്തും കൊണ്ടാ വന്നത്, എന്തിനാന്നല്ല അറിയാം, അറിയില്ലേ? പക്ഷേ മനുഷ്യവേഷം കെട്ടിയാൽ എന്ത് വേണം? നമസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തകഗണമതിൽ ഞാനുമൊരൽപാങ്കം വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ ചിത്തം. നമസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ. ഹേ പരമഗുരുവായ ഭഗവാനെ നമസ്തേ. നരാഖ്യമങ്ങേ നർത്തനഗണമതിൽ ഞാനുമൊരൽപാങ്കം. അങ്ങയുടെ അനന്തകോടി, നമ്മളൊക്കെ ഭഗവാന്റെ മുന്നിൽ ഓരോ വേഷം കെട്ടി നിൽക്കുന്നവരല്ലേ? ഓരോരോ വേഷം, ഞാനും അതിലുണ്ട്. വേഷമെനിക്കെന്തെന്ന് വിധിപ്പത്. എന്നോട് ഭഗവാൻ പറഞ്ഞു, നീ ഒരു മാഷായിട്ട് ജോലി ചെയ്തോ, മാഷ വേഷം കെട്ടിക്കോ, വേറൊരാളോട് വേറൊരു കച്ചവടം ചെയ്തോ. വേഷമെനിക്കെന്തെന്ന് നമ്മളാണോ നിശ്ചയിക്കുക? വിഭോഭവച്ചിത്തം, ആ വേഷം വിശ്വപ്രിയമായി നടനം ചെയ്വത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭിനയിക്കുകയാണ്. നമ്മളെല്ലാം ജീവിത നാടകത്തിൽ ആ മഹാസംവിധായകനാരാ? ഈ നാടകത്തിൻ്റെ ഈശ്വരനാണ്. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട് എന്ന് പറയുമ്പോൾ അഭിനയം നിർത്തിയിട്ട് പോകേണ്ടവരല്ലേ? എന്താ വന്നത്? അപ്പോൾ ഈ കത്ത് കൊടുത്തു. വേണ്ട, നിങ്ങൾ തന്നെ വായിച്ചോളൂ. ആദ്യ വരി ഇതാണ്, ആ പ്രണയ സന്ദേശത്തിൻ്റെ. ശ്രുത്വാ ഗുണാൽ ഭുവനസുന്ദര. പോരെ ഒരു പുരുഷൻ വീണ് പോവാൻ? ഭുവനസുന്ദര, കത്തെഴുതാൻ പഠിപ്പിക്കണം പെൺകുട്ടികളെ.
ശൃണ്വത്വാം തേ നിർവിശ്യകർണവിവരൈ അർഹരതോ അംഗദാൻ രൂപം ദൃശ്യാം ദൃശ്യമഖിലാർത്ഥം ലാഭം തേ അച്യുതാ വിവശതി ചിത്ത അപത്രപം മേ അപത്രപം മേ. എൻ്റെ നാണെല്ലാം പോയി. ആരെങ്കിലും ഒരു കത്ത് എഴുതിയിട്ട് ഇതുവരെ ലോകത്ത് കാണാത്ത ഒരാൾക്ക് കൊടുക്കുമെങ്കിൽ നാണം ഉണ്ടെങ്കിൽ ചെയ്യാം. എൻ്റെ നാണം പോയി ഭഗവാനേ എന്ന് പറയാം. ഒരു ജീവാത്മാവിൻ്റെ പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള വ്യഥ രുക്മിണീ ദേവി പറയുന്നുണ്ട്. ഞാൻ ലക്ഷ്മിയല്ലേ എന്ന് ഇതിൽ. അങ്ങയുടെ പൂർവ്വജന്മത്തിൽ ഞാൻ ലക്ഷ്മിയാണ്. ഞാനാണ് അങ്ങയെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിച്ചത്. പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ആ പാലാഴി പൂമങ്കിയായ ലക്ഷ്മി, ലക്ഷ്മി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഐശ്വര്യത്തിൻ്റെ ദേവതയുടെ ഒരു സമ്പൂർണ്ണ മനോഹരമായ ചിത്രം എഴുതാൻ ലോകത്തിന്നേ വരെ ഒരു കവിക്കും കഴിഞ്ഞിട്ടില്ല ലക്ഷ്മി ദേവി വർണ്ണിക്കാൻ. ലക്ഷ്മി ദേവി അംബികാദേവിയെ തൊഴുതിട്ട് കല്യാണ തലേന്ന് വരുന്ന വരവ് കണ്ടിട്ട് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും ഇരിക്കുന്ന പുരുഷ ഗജകേസരികളായ ആണുങ്ങളുടെ ബോധ പോയി, വാ വളർന്നു പോയിട്ട് ആ അഭൗമ സൗന്ദര്യം. ലക്ഷ്മി പാലാഴിയിൽ നിന്ന് ഉണ്ടായപ്പോ കല്യാണം മാലയെടുത്ത് വരുമ്പോ സൂര്യൻ എങ്ങനെ മുന്നിൽ വന്ന് നിന്നു. ലക്ഷ്മി ദേവി നോക്കി, സൂര്യഭഗവാൻ ഓ ഭയങ്കര ചൂടനാ, പറ്റില്ല. ചൂടന് കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചന്ദ്രദേവൻ അപ്പുറമുണ്ട്, കാണാൻ സുന്ദരനൊക്കെയാണ്, പക്ഷെ ആള് തണുപ്പനാ. പണക്കാരനായ കുബേരൻ, പണമൊക്കെ ഉണ്ട്, കാണാൻ ഗുണമില്ല. പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. 3 കണ്ണ് 4 കയ്യില്ലായാലും ഒരു അംഗവിരൂപനാണ് കുബേരൻ. അപ്പോഴാണ് സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠനാഥനായ ആ അഭൗമ സൗന്ദര്യത്തെ കണ്ട് മാലയിട്ടത്. അത് പറയാനൊരു പുണ്യം. ശ്രുത്വാ ഗുണാൽ ഭുവനസുന്ദര, ഹേ ഭുവനസുന്ദര, ശ്രുത്വാ കേട്ട് കേട്ട് അങ്ങയുടെ ഗുണങ്ങൾ, നിർവിശ്യ കർണവിവരേ കാത് മുഖാന്തരം എൻ്റെ കാതിൽ പ്രവേശിച്ചിട്ട്, അർഹരതോ അംഗം എൻ്റെ അംഗങ്ങളെല്ലാം അലിഞ്ഞില്ലാണ്ടായി, രൂപം സദൃശാം ദൃശ്യമഖി അർത്ഥലാഭം സകലാർത്ഥങ്ങളും രൂപം ദൃശാം കാണുമ്പോ തേ അച്യുതാ. സാധാരണ ആണുങ്ങളെയും പുരുഷന്മാരെല്ലാം കല്യാണം കഴിച്ചാൽ അതിനൊക്കെ നാശം ഉണ്ടാവും, അങ്ങേക്ക് നാശമില്ല. വിവശതി ചിത്തമത് അപത്രപം, എൻ്റെ ലജ്ജ പോയി ഭഗവാനെ, എൻ്റെ മനസ്സ് അങ്ങയിൽ മുങ്ങിപ്പോയി എന്നാണ് ഈ സന്ദേശത്തിൻ്റെ തുടക്കം. കുലീന കന്യകമാർ കുലത്തിൻ്റെ അനുവാദമില്ലാതെ പുരുഷനെ കാമിക്കില്ല എന്നറിയാം, എനിക്കിത് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇത് എൻ്റെ ദോഷമായി കരുതരുത്. അങ്ങയുടെ ഗുണഗണങ്ങളെല്ലാം കേൾക്കുന്നവരുടെ കർണരന്ധ്രങ്ങളിലൂടെ ഹൃദയത്തിൽ കടന്നിട്ട് സന്താപ പാപഹരേ, അങ്ങയുടെ ഗുണഗണങ്ങൾ ചെവിയിലൂടെ കേട്ട് അകത്തേക്കല്ലേ പോവാ. ഹൃദയത്തിൽ കടന്നുപോയാൽ ആ ഹൃദയത്തിലേക്ക് അങ്ങയുടെ നാമങ്ങളും കീർത്തികളും എത്തുമ്പോൾ ആ ഹൃദയപാപങ്ങളെല്ലാം ഇല്ലാതാകുന്നില്ലേ? കണ്ണുണ്ടെങ്കിൽ ആ രൂപം കണ്ടാൽ വേറൊന്നും കാണണ്ട. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, ഞാൻ കേൾക്കുന്നതെല്ലാം നാരായണ സ്തുതി. അതായത് പ്രണയത്തിന്റെ ഒരു തീവ്രതയാണ്. അച്യുതാ, നശിക്കുന്ന ഒരാളെ അല്ല എനിക്ക് വേണ്ടത്, നാശമില്ലാത്ത ലോകോത്തര രൂപമാണങ്ങ്. കുലകന്യകമാരാണ് അങ്ങേ മനസ്സുകൊണ്ട് വരിക്കുക. കന്യാ മുകുന്ദമഹതി കുലശീലരൂപ വിദ്യാ വയോദ്രവിണ ധാമ അഭിരാത്മതുല്യം ധീരാംപതി കുലവദീന വൃണീതകന്യാം കാലേ നൃസിംഹ നരലോക മനോഭിരാമ. പ്രപഞ്ചരചനയിലെ
ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായിട്ട് നിൽക്കുന്ന സ്ത്രീ ചിത്തങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന രുക്മിണിയുടെ സന്ദേശം തുടരുകയാണ്. സൽകുലത്തിൽ ജനിക്കുക, ഒരാളുടെ ഗുണങ്ങളിൽ നല്ല തറവാട്ടിൽ ജനിക്കണം. 1. 2, നല്ല സ്വഭാവ ഗുണം ഉണ്ടാവണം ഒരാൾക്ക്. നേത്രാനന്ദം വർദ്ധിപ്പിക്കുന്ന സൗന്ദര്യം ഉണ്ടാവണം. എത്ര നോക്കിയാലും മതി വരാൻ പാടില്ല. മതിയോ? അഗാധമായ ജ്ഞാനം, പാണ്ഡിത്യം ഉണ്ടാകണം. എല്ലാവരും മോഹിക്കുന്ന യൗവനമുണ്ടാകണം. ധനധാന്യ സമൃദ്ധി ഉണ്ടാവണം. ആളുകൾ പ്രശംസിക്കത്തക്കതായ സ്വഭാവം ഉണ്ടാവണം. ഇതാണ് അങ്ങയെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം. അങ്ങ് നിരുപമനാണ്. അങ്ങയോട് ഉപമിക്കാൻ സമം വേറൊരാളില്ല. എന്നിട്ട് പറയാണ്, അങ്ങ് അവിടുന്ന് എന്നെ ഇവിടെ വന്നിട്ട് എന്നെ പത്നിയായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നോക്കണ അടുത്ത വാക്കേ, വീരനായ അങ്ങേക്കത് നാണക്കേടാന്ന്. ഞാൻ വീരനെന്ന് പറഞ്ഞാൽ കാര്യമില്ല. വീരനാണെന്ന് തെളിയിക്കണം ഇവിടെ വന്നിട്ട് എന്നെ. അല്ലെങ്കിൽ രുക്മിണിക്ക് ഒരു തേര് കയറി 2 ദൂതന്മാരെ വെച്ചിട്ട് പറന്ന് രാത്രി ഒളിച്ചോടിയിട്ട് അവിടെ പോയാൽ പോരെ. അതുപോരാ. ക്ഷത്രിയ കന്യകൾക്ക് സ്വയംവരം പോലെ തന്നെ രണ്ടാമതൊരു വിവാഹമുണ്ട്. കന്യാശുൽക്കം. ദ്രൗപദി അങ്ങനെ വിവാഹം കഴിച്ചതാ, സീത അങ്ങനെ വിവാഹം കഴിച്ചതാണ്. എന്താണ്? എൻ്റെ മകളെ ഒരു വീരത്വം കാണിച്ച് ജയിച്ചിട്ട് വിവാഹം കഴിക്കാം. ഇന്ദ്രൻ യന്ത്രക്കിളിയുടെ തലയറുത്തത്, രാമൻ ത്രയംബകം വില്ലങ്ങനെ ഒടിച്ചത്. ചില അച്ഛന്മാർ അങ്ങനെ വീരന് കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങ് ഇവിടെ വന്ന് വീരനാണെന്ന് തെളിയിക്കണം. എന്നെ പൊതിഞ്ഞ് ആണുങ്ങളും രാജാക്കന്മാരും ഏട്ടന്മാരും ജനാസന്ധനും ഈ ശിശുപാലനാദികൾ സർവ്വതും ഉണ്ടാവും. എളുപ്പമല്ല എന്നെ കൊണ്ടുപോകൽ. ഞാൻ റെഡി. ഭഗവാനോട് പറയാന്ന് എന്ത്? അല്ലെങ്കിൽ വീരനായ അങ്ങയ്ക്ക് അത് പോരായ്മയാണെന്ന്. സ്വസ്ഥനിൽ രവിക്കും ദുസ്ഥനെ ത്യജിക്കും. സ്ത്രീ സ്വഭാവമുണ്ട്. സ്ത്രീ സ്വഭാവം രാമായണത്തിൽ അഗസ്ത്യൻ രാമനോട് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് 3 ദോഷമുണ്ട്. രാമ പറയുന്നത് അഗസ്ത്യനാണ്. 1, മിന്നലിൻ്റെ ലോലത്വം. മിന്നൽ എപ്പാ വരുക പോവാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്വഭാവ ദോഷം പെണ്ണിനുണ്ട്. എപ്പോഴാ ഇത് തരം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്താ? ആഭരണം എടുക്കാൻ പോയാൽ പെട്ടെന്ന്. 2, ആയുധങ്ങളുടെ തീഷ്ണത നാവിനുണ്ടാവും, മുറിച്ച് കഷ്ണാക്കി തരും. 3, ഗരുഡവേഗത്തിൽ മനസ്സ് പറക്കും. വീട്ടിരിക്കുകയാണെങ്കിലും ഗുരുവായൂർ അമ്പലവും കടന്നിട്ട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. അവിടെ അഗസ്ത്യം പറയുന്ന രാമനോട്, ഈ 3 ദോഷങ്ങളും സീതക്കില്ല, അത് രുക്മിണിക്കുമില്ല. പുരുഷന്റെ 3 ദോഷങ്ങളും സീതയും പറയുന്നുണ്ട്. പിന്നീട് ദണ്ഡകാരണ്യത്തിലേക്ക് രാമൻ വരുമ്പോൾ, രാമൻ ദണ്ഡകാരണ്യം തിരഞ്ഞെടുക്കാൻ 3 കാരണമാണുള്ളത്. വെറുതെ ഒരു വനയാത്രയും അച്ഛൻ്റെ വാക്കും കൈകയുടെ ഇതൊന്നുമല്ല. ഈശ്വരാവതാരത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. അത് മക്കളോടും ഭാര്യയോടൊന്നും അങ്ങനെ പറയില്ല. 1, ഈ ദണ്ഡകാരണ്യം ഇക്ഷ്വാകുവിൻ്റെ 100ാമത്തെ മകനായ ദണ്ഡൻ്റെയാണ്. ദണ്ഡന് ഇക്ഷ്വാകു കൊടുത്തതാണ്. വലിയ രാജ്യമായിരുന്നു സ്ഥലം. ഈ ദണ്ഡൻ ദുർവാസാവിൻ്റെ മകളെ പീഡനം ചെയ്തു. ദുർവാസാവ് ശപിച്ച്, നീയും നിന്റെ രാജ്യമെല്ലാം കത്തിച്ചാമ്പലാകട്ടെ എന്ന് പറഞ്ഞ വനസ്ഥലിയാണിപ്പോൾ ദണ്ഡകാരണ്യം. 2, അവിടെ 10,000കണക്കിന് മുനിമാര് തപസ്സരിക്കുന്നുണ്ട്. രാക്ഷസന്മാർ അവരെല്ലാം കൊന്നു തിന്ന് മല പോലെ കൂട്ടിയിട്ടുണ്ട്, അസ്ഥികൂട്ടം. 3, ഖരദൂഷണന്മാരുടെ നേതൃത്വത്തിൽ 14,000 രാക്ഷസപ്പട
രാവണ നിർദ്ദേശം അനുസരിച്ച് ദണ്ഡകാരണ്യത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ ഭാരതം പിടിച്ചെടുക്കുക. അത് അറിഞ്ഞിട്ടാണ് ധർമ്മവിഗ്രഹനായ ഭഗവാൻ രാമൻ അവിടെ വന്നത്. ഇതൊന്നും സീതയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ അപ്പം തന്നെ എന്നാൽ തിരിച്ചു പോയി കളയാന്ന് പറയാം. പറയുന്നുണ്ട്, മുനിമാർ രാമനെ കാണാൻ വന്നപ്പോൾ രാമൻ പറഞ്ഞു, മുനിമാർ പറഞ്ഞു, രാമ അങ്ങേ കാത്തിരിക്കുകയാണ്, അങ്ങ് ഇതുവഴി വരുമെന്നറിയാം. ആ മല തപസ്സിരുന്ന മുനിമാരുടെ അസ്ഥികൂടമാണ്, രക്ഷിക്കണം. അപ്പം രാമൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ധൈര്യമായി സ്വസ്ഥമായി തപസ് ചെയ്യാം, ആരും നിങ്ങളെ തൊടില്ല. ഇത് രാമൻ്റെ വാക്ക്. അവർ പോയി കഴിഞ്ഞ ഉടൻ സീത രാമനോട് പറയുന്നുണ്ട് പുരുഷന്റെ 3 ദോഷം. ഒരുപക്ഷെ രാമായണത്തിൽ ആദ്യത്തെയും അവസാനത്തെയും സീത ഭർത്താവിനെ ഉപദേശിക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പുരുഷനുണ്ടാവുന്ന ഒന്ന്, പുരുഷന്മാർ കള്ളം പറയും. നിങ്ങൾ എവിടെയാ പോയെന്ന് ചോദിച്ചാൽ ചെറിയ കള്ളൊക്കെ ആയിരിക്കും, അത് ഇവളോട് പറയണ്ട. 2, പരസ്ത്രീഗമനം നടത്തും. പരസ്ത്രീകളെ കണ്ടാൽ മോഹിച്ചു പോകും, അതൊരു ദോഷ പുരുഷൻ. 3, ആയുധം കയ്യിലുണ്ടെങ്കിൽ പുരുഷൻ അത് പ്രയോഗിക്കും. ആദ്യത്തെ 2 അങ്ങ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അങ്ങ് കള്ളവും പറയില്ല, പരസ്ത്രീകളെ നോക്കി. പക്ഷെ ആയുധം കയ്യിലുള്ള രാമനെ വല്ല രാക്ഷസന്മാരെയും കണ്ടാൽ ഒന്നെയും, ഒന്നിനെ ഒന്നാ 10 വരും, ഒരു സ്വൈര്യവും ഉണ്ടാവില്ല രാമ ഇവിടെ. അവിടെയാണ് രാമൻ പറഞ്ഞത്, സീതയെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചേക്കാം, മഹാപർവ്വതം കടലിൽ ആണ്ടുപോയേക്കാം, ഞാൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചേക്കാം, ഞാൻ നിന്നെയും ഉപേക്ഷിച്ചേക്കാം, പക്ഷെ രാമൻ പറഞ്ഞ വാക്ക് ഉപേക്ഷിക്കില്ല. രുക്മിണി എന്താ പറയുന്നറിയോ? ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു, ഇനി അതിലൊരു മാറ്റമില്ല. ഇതിലെഴുതിയതാണ്. സിംഹത്തിന് അർഹതപ്പെട്ട ആഹാരം കുറുക്കൻ കൊണ്ടുപോകാണ്ട് നോക്കേണ്ടത് അങ്ങാണ്. അപ്പൊ ഇവിടെ ആരാ സിംഹം? ഭഗവാൻ. കുറുക്കൻ ആരാ? ശിശുപാലൻ. ഇനി നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ജന്മം ഞാൻ കന്യകയായിട്ട് നിൽക്കും, വേറെ കല്യാണമൊന്നും കഴിക്കില്ല. സീതയെയും രുക്മിണിയെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ സീത ഒരവസരത്തിലും രാമനെ ദോഷം പറയുന്നില്ല, ഒരിക്കൽ പോലും. ആ ചിതയിലേക്ക് ചാട് എന്ന് പറഞ്ഞപ്പോൾ പോലും ലങ്കയിൽ വെച്ച് രാമനെ പ്രദക്ഷിണം വെച്ചിട്ട്, ഇന്നത്തവരാണെങ്കിൽ ആ വിറകുള്ളി എടുത്തിട്ട് ഭർത്താവിനെ അടിച്ചു കൊന്നിട്ട് കണ്ടവന്റെ കൂടെ പോയി എന്ന് പറയാം. രാമനെ പ്രദക്ഷിണം വെച്ച് സകല അഷ്ടദിക്പാലകന്മാരെയും മനസാ വാചാ കർമ്മണ ഞാൻ മറ്റൊരാളെ കുറിച്ച്, അതാണ് സീതാദേവി. മനുഷ്യന് 4 ലോകഭോഗങ്ങളുണ്ട്. എല്ലാ മനുഷ്യനും ഈ 4 ഭോഗങ്ങൾക്ക് അടിമയാണ്. 1, അധികാരം, പണം, പദവി, യശസ്. ഈ 4 അടിമയാണ് നമ്മളെല്ലാവരും. ചിലർ അധികാരം, സ്ഥാനേ വേണ്ടു. ചിലർക്ക് പണേ വേണ്ടു, സ്ഥാനമൊന്നും വേണ്ട. ചിലർക്ക് ചില സെക്രട്ടറിയായ കളക്ടർ ആവണം, അങ്ങനെയുള്ള പദവികൾക്ക് മോഹം. ചിലർക്ക് ഇതൊന്നുമല്ല, യശസ്, എൻ്റെ പേര് എപ്പോഴും എനിക്ക് നിലനിർത്തണം. രാമൻ ആദ്യത്തെ 3 വേണ്ട, 4മത്തേത് വേണം. രാമൻ യശകാമിയാണ്. സീതേനെ പോലെ ഉപേക്ഷിച്ചത് എന്തിനാ? എൻ്റെ പേരിന് ഒരു കളങ്കം ഉണ്ടാകരുത്. പക്ഷേ സീത അശ്വമേധയാഗഭൂമിയിൽ വന്ന് ഭൂമിയിലേക്ക് മറഞ്ഞപ്പോൾ രാമൻ്റെ യശോകാമനയും രാമനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോഴാണ് രാമൻ ധർമ്മവിഗ്രഹനാവുന്നത്. അധികാരത്തോടുള്ള ആസക്തി, ഈ ദശരഥനൊക്കെ ലോകഭോഗത്തിൻ്റെ ആളാണ്, മക്കളോടും ഭാര്യയോടൊക്കെയുള്ള സ്നേഹം. വീണ്ടും രുക്മിണിയുടെ സന്ദേശം. നേരത്തെ അതാണ് ഞാൻ അനസൂയയെക്കുറിച്ച് പറഞ്ഞു, ജന്മാന്തര പുണ്യം ചെയ്താലേ നല്ല ഭർത്താവിനെ കിട്ടൂ എന്ന് എഴുതി. ഞാൻ ആ പുണ്യം ചെയ്ത എന്തൊക്കെയാണെന്നറിയോ? വാപീകൂപ തടാകം, ക്ഷേത്രം, അന്നസത്രം, പൂങ്കാവനം. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ, 6 കാര്യങ്ങൾ
ചെയ്താൽ ആ ചെയ്ത കർമ്മത്തെ പൂർത്തം എന്നാണ് വിശേഷിപ്പിക്കുക. ഒന്ന് വാപി, തടാകം, കുളം, ചെറിയ ചെറിയ ജലാശയങ്ങൾ നിർമ്മിക്കണം. ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പണമുണ്ടെങ്കിൽ ക്ഷേത്രം നിർമ്മിക്കാം, ഭോജനശാലകൾ നിർമ്മിക്കാം, പൂങ്കാവനങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികൾക്കെല്ലാം സുഹൃതത്തിൽ നല്ല ഭർത്താവിനെ കിട്ടാം. രണ്ടാമത് പൂജ. എന്തൊക്കെയാണ്? പൂജാവിധികളൊക്കെ ചെയ്യണം. ബ്രാഹ്മണരെ, ആചാര്യന്മാരെ, പണ്ഡിതന്മാരെ, പൂജിക്കേണ്ടവരൊക്കെ പൂജിക്കണം. അതാണ് പൂജ എന്ന സൽക്കർമ്മം. മൂന്നാമത്തത് ഇഷ്ടം. യാഗാദി സൽക്കർമ്മങ്ങൾക്ക് നിൽക്കണം. പറയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തത് കൊണ്ട്, ഞാൻ പുണ്യം ചെയ്തവളായതുകൊണ്ട് എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടും. ഹേയ് അജിത, ഇവിടെ വരിക. ജരാസന്ധനും ശിശുപാലാദികളും ഇവിടെ കാത്തിരിക്കുകയാണ്. പണ്ട് സമുദ്രമഥനം ചെയ്ത് തന്നെ വരിച്ചില്ലേ അങ്ങ്, പാലാഴി കടഞ്ഞിട്ട്. ശൗര്യത്താൽ ജയിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണന്. അങ്ങ് ശൗര്യത്താൽ ജയിച്ച് ബലാൽക്കാരേണ എന്നെ കൈ പിടിച്ച് കന്യകയെ സ്വീകരിക്കുന്ന രാക്ഷസം എന്ന വിധി പ്രകാരം എങ്ങനെയൊക്കെ എന്ന് പഠിച്ചിട്ടാണ് കത്തെഴുതുന്നത്. അതിന്റെ ശാസ്ത്രം ഉദ്ധരിച്ചാണ്. വിധിയുണ്ട്, അങ്ങനെ വിവാഹം കഴിക്കാം. ഇതാ അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ ഇതാ ഞാൻ എഴുതി തന്നിട്ട രാക്ഷസ വിധി പ്രകാരം. രുക്മിണിയുടെ ശാസ്ത്രജ്ഞാനം, അതാണ് ബുദ്ധി എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞത്. വീട്ടിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോകണ്ട. എൻ്റെ ബന്ധുക്കളൊക്കെ നിറയെ, കല്യാണ തലേന്ന് നിറയെ ആളായിരിക്കും. കൊണ്ടുപോകുമ്പോൾ യുദ്ധം ഉണ്ടാവും. എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങയുടെ വാളിനും അമ്പിനും ഇരയാവും, ഊണാവും. ബന്ധുവധം വേണ്ട. തലേ ദിവസം, വിവാഹ തലേ ദിവസം വധു, സ്വയംവര വധു, ഒരു ക്ഷേത്ര സന്ദർശന ഘോഷയാത്രയുണ്ട്. രാജ്യം മുഴുവൻ ആഹ്ലാദ തിമിർപ്പിലെ വിളംബരങ്ങളും. ഒരു അംബികാക്ഷേത്രം, എല്ലാ റൂട്ടും എല്ലാം പറഞ്ഞു കൊടുത്ത് അവിടെ വന്ന് ആണ് എന്നെ പാണിഗ്രഹണം ചെയ്യേണ്ടത്. ത്രംബകം യജാമഹീം സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധന മൃത്യോർ മുക്ഷീയമാമൃത എന്ന യജുർവേദ മന്ത്രത്തിൻ്റെ അപ്പുറത്ത് ഒരു ഉപമന്ത്രം അഥർവവേദത്തിലുണ്ട്. അത് വളരെ വിഷയമാണ്. ത്രംബകം യജാമഹീം സുഗന്ധീം പതിവേദനം, അവിടെ പ്രയോഗിച്ച വാക്ക് പതിവേദനം. ഉർവാരുകമിവ ബന്ധനാദിതോ മുക്ഷീയമാമൃതാം. എന്താ അർത്ഥം എന്നറിയോ? പിതാവിൻ്റെ വീട് പെൺകുട്ടികൾക്ക് ബന്ധനമാണ്. പിതൃഗൃഹം ബന്ധനവും പതിഗൃഹം അമൃതവുമാണ്. അപ്പോ പിതൃഗൃഹത്തിൽ കഴിയുന്ന പെൺകുട്ടി പരമാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഒരു ജീവാത്മാവ് മൃത്യോർ മുക്ഷീയമാമൃതാത്, അമൃതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനുള്ള ആധ്യാത്മികമായ ഒരു പ്രാർത്ഥനയും ഇവിടെ വരികയാണ്. ഇതാണ് കത്തിൻ്റെ സംഗ്രഹം. ഭഗവാൻ എഴുന്നേറ്റു, ബ്രാഹ്മണനെ കൈപിടിച്ചു, ദാരുകനെ വിളിച്ചു. ദാരുകനാണല്ലോ സാരഥി. തൻ്റെ 4 കുതിരകളെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ദിവ്യ അശ്വരഥം എന്ന് പറയാം, റെഡിയാക്കി. നാളെ കല്യാണമാണ്, ഇന്നാ കൊണ്ടുപോകേണ്ടത്. സമയവുമില്ല, ശരവേഗത്തിൽ. 4 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭാഗവതം ഭാഗം പറഞ്ഞത്. ശരവേഗത്തിൽ. ഇത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല. കൃഷ്ണനും ദാരകന്റെ രഥത്തിൽ ഒരു ബ്രാഹ്മണനെ കൊണ്ടുപോകുന്ന കണ്ടു. ബലരാമൻ നോക്കുമ്പോൾ ശരവേഗത്തിൽ അങ്ങ് പറഞ്ഞു. ഇത് ഇവിടെ ഏട്ടന് മനസ്സിലായി, എന്തോ ഇല്ലാണ്ട് കണ്ട. യാദവന്മാരെയൊക്കെ വിളിച്ചിട്ട് പിന്നാലെ അവരും പുറപ്പെട്ടു. നാടും നഗരവും ഒക്കെ ഉത്സവ തിമിർപ്പിലാണ്. ശിശുപാലനാണ്. നിങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷൗഹിണി ദുര്യോധൻ്റെ കൂടിയാണ്, 13 അക്ഷൗഹിണി പാണ്ഡവരുടെ കൂടെയുള്ളൂ. കൂടുതൽ ദുഷ്ടന്മാരുടെ കൂടെയാണ് ആളുകൾ എപ്പോഴും അധികം ഉണ്ടാവുക. ഇവിടെ അങ്ങനെയാ. എല്ലാവർക്കും ഒരു യുദ്ധം മണത്തു. രുക്മിണിയുടെ ഇടത് കണ്ണും കൈയൊക്കെ തുടിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ഇടത് കണ്ണും കൈയൊക്കെ തുടിക്കുന്നത് ശുഭ
ലക്ഷണമായി കണ്ടു. ഉത്തമ ദൂതനെയാണല്ലോ അയച്ചത്, ഒരു വിവരവുമില്ല. ഘോഷയാത്രയൊക്കെ അങ്ങനെയായി. കൃഷ്ണൻ വന്നു എന്ന് കേട്ട് ഭീഷ്മ രാജാവ് നേരിട്ട് വന്ന് കൃഷ്ണനെ സ്വീകരിച്ചെന്നൊന്ന് മനസ്സിലാക്കണം. കൃഷ്ണന്റെ വരവുള്ളാല് ഈ രുക്മിണിയുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നു. ശിശുപാലൻ വന്നു എന്ന് കേട്ടപ്പോ രുക്മി നീ പോയിട്ട് സ്വീകരിച്ചു കൊണ്ടാവുന്ന പറഞ്ഞത്. രുക്മിണി വാഹനങ്ങൾ ഉപയോഗിക്കാതെയാണ് പോയത്. നമസ്യസ്യേ ത്യാംബികേ ഭീഷ്ണം സ്വസന്താനയുധം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദനം. തൊഴുതു വരുന്ന വഴി രുക്മിണിയുടെ വർണ്ണനയുണ്ട്. ആ വർണ്ണന കണ്ടാണ് രാജാക്കന്മാരെല്ലാം ബോധം കെട്ടുപോയ അഭൗമ സൗന്ദര്യം. രുക്മിണി ഇങ്ങനെ കണ്ണുകൊണ്ട് 4 ഭാഗം നോക്കുന്നു. ഇതുവരെ കണ്ണനെ കണ്ടിട്ടില്ല, ഭഗവാനെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാലോ, പറഞ്ഞു കേട്ടുണ്ടായ ഒരു രൂപം അവിടെ കണ്ടു. കണ്ണുകൊണ്ട് ശൃംഗാര തേൻകുഴമ്പായിട്ട് അങ്ങോട്ട് സന്ദേശം അയച്ചു. ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ ആ പുരുഷ വീരസിംഹം എന്ന് പറയുന്നില്ലേ, വലത് കൈ പിടിച്ചു. അതാണ് വിവാഹത്തിന്റെ ശ്രേഷ്ഠമായ പാണിഗ്രഹണം. അപ്പോഴേക്കും ജരാസന്ധാനുകൂലികളും യുദ്ധമുണ്ടായി. യാദവസേന എത്തി. അനന്തരം അവരൊക്കെ പരാജയപ്പെടുത്തി. രുക്മി വന്നു. ഈ വാർത്ത കേട്ട് വരുമ്പോൾ വലിയ വേണ്ടാത്തൊരു പ്രതിജ്ഞയൊക്കെ എടുത്തിന്. ഞാൻ രുക്മിണിയും കൊണ്ടല്ലാതെ ഇവിടെ വരാത്ത പക്ഷം ഈ രാജ്യവും കൊട്ടാരും ഞാൻ ഉപേക്ഷിക്കും. എന്തൊരു വീൺവാക്കാണ്. പകുതി താടി മീശി മുടിയൊക്കെ പോയി. കൊല്ലാൻ നോക്കുമ്പോൾ ആങ്ങളെന്നെ കൊല്ലണ്ട, വേണ്ട എന്ന് പറഞ്ഞു. നാണം കെടുത്തി വിട്ടു. അവിടെ വലിയൊരു ഉപദേശം ഏട്ടൻ അനിയന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? സാരമില്ല, പോ, എല്ലാവരും നന്നായി പോ എന്ന് പറഞ്ഞ് അവിടെ രുക്മിണി പരിണയം സമാപിക്കുന്നു. ഭഗവൽ രഥം വിജയശ്രീലാളിതമായിട്ട് ദ്വാരകയിലെത്തി. അവിടെ വെച്ചാണ് അതിഗംഭീരമായ വിവാഹ ആഘോഷം നടക്കുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.